സംഖ്യാപുസ്തകം 21 അധ്യായം 7 വാക്യം. ആകയാൽ ജനം മോശയുടെ അടുക്കൽ വന്ന്, ഞങ്ങൾ യഹോവയ്ക്കും നിനക്കും വിരോധമായി സംസാരിച്ചതിനാൽ പാപം ചെയ്തിരിക്കുന്നു. സർപ്പങ്ങളെ ഞങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവാൻ യഹോവയോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. മോശെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. മറ്റുള്ളവരോട് പ്രാർത്ഥനയ്ക്ക് വിഷയങ്ങൾ പങ്കിടുന്നവരാണ് നാമെല്ലാം. ഭൂമിയിൽ ജീവനോടിരിക്കുന്ന ദൈവമക്കൾ വിഷയങ്ങൾ പരസ്പരം പങ്കിടുകയും ഏക മനസ്സോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് മനോഹരമായ കാര്യമാണ്. എന്നാൽ ദൈവത്തിനെതിരായി സംസാരിച്ചവർക്കായി പ്രാർത്ഥിക്കാൻ ആർക്കാണ് കഴിയുന്നത്? ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടതെന്നതിനാൽ ദൈവത്തോട് തെറ്റ് ചെയ്തിട്ട് ആ വിഷയം ദൈവത്തോട് അനുദപിച്ച് ഏറ്റുപറയാതെ മറ്റേത് വിഷയത്തിനായി പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. എന്നാൽ ഇങ്ങനെ തെറ്റ് ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ഭയം നിമിത്തം ദൈവസന്നിധിയിൽ തന്നെ വരാൻ കഴിയാതിരിക്കുന്നവർക്കായി, അവരുടെ നിരപ്പിനായി മറ്റു ചിലർ പ്രാർത്ഥിക്കേണ്ടിയിരിക്കും. രാപ്പകലന്യേ തൻ്റെ വിശുദ്ധന്മാർക്കായി പിതാവാം ദൈവത്തിൻ്റെ വലഭാഗത്ത് മഹാപുരോഹിതനായി യേശുക്രിസ്തു പക്ഷപാതം ചെയ്യുന്നത് ഇതിനാലാണ്. ഇവിടെ ദൈവത്തോട് മാത്രമല്ല, ദൈവം നിയോഗിച്ച മോശയോടും തെറ്റ് ചെയ്തവരെ കാണാം. മരുഭൂമിയിൽ അവരെ അഗ്നിസർപ്പങ്ങൾ ആക്രമിക്കുകയും കൂട്ടമായി മരണം വേട്ടയാടുകയും ചെയ്തു. പ്രകൃതിയിലെ ഏത് ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാകയാൽ മനുഷ്യരുടെ ഗുണത്തിനായോ ദോഷത്തിനായോ അവയെ ഉപയോഗിക്കാൻ ദൈവത്തിന് കഴിയും. ഇവിടെ മരുഭൂമിയിൽ അതുവരെ കാണാത്ത വിധം അസാധാരണമായ സർപ്പദംശനം ഏറ്റപ്പോൾ ജനത്തിന് ഇത് ദൈവത്തിൻ്റെ ന്യായവിധിയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യം. ഇന്ന് പലരും ഈ വിവേകം നഷ്ടപ്പെട്ടവരാണ്. എന്നാൽ മോശയോട് ക്ഷമ ചോദിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച ജനത്തിനായി മോശ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു പരിഹാരം കൽപ്പിച്ചു. താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക. സർപ്പത്തിൻ്റെ കടിയേൽക്കുന്നവർ അതിനെ നോക്കിയാൽ ജീവൻ തിരിച്ചു ലഭിക്കും. പാപത്തിൻ്റെ വിഷമേറ്റവർക്ക് ഏക പരിഹാരം ക്രൂശിൽ മരിച്ച ക്രിസ്തുവിനെ നോക്കുന്നതാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.